ഇതിനെ പിടിച്ചിട്ട്, ഏതാണ് നമ്മുടെ ആരാധനാമൂർത്തിയെ പിടിച്ചിട്ട് അതിന്റെ ശുദ്ധമാക്കി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതിന് ജന്മം കൊടുക്കണം. ഈ പിശാചിനെയും പിടിച്ച് മാറ്റിയിരിക്കുക. അപ്പൊ നിങ്ങളുടെ രണ്ടുപേര് വന്നിട്ട് ആ രണ്ടുപേരെ പിടിക്കൂ, മറ്റു വീട്ടിലുള്ളതൊന്നും പിടിക്കില്ല. അപ്പൊ ഈ രണ്ടുപേര് സത്യമായിട്ട് ജീവിച്ച്, സത്യം എന്ന് പറയുമ്പോ നിങ്ങൾ കള്ളം ചെയ്യാതെ ഒന്നും ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞ. നിങ്ങൾ കള്ളം ചെയ്യും. നിങ്ങൾ കള്ളം ചെയ്യുന്ന നാട്ടിൽ എനിക്കിട്ട് കള്ളം ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കില്ല, കള്ളം ചെയ്യും. അതല്ല സത്യം എന്ന് പറയും. നമ്മൾ ആരാധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സത്യമാണ്. അത് ഗുരുവെന്നോ സങ്കല്പ പ്രകൃതി എന്നോ എന്തോ നിങ്ങളെ വയ്ക്കും. ആ ഗുരുവിന്റെ പ്രകാശം നമുക്ക് കിട്ടണമെന്ന്. ആ പ്രകാശം കിട്ടിയാൽ, അതാണ് ഈ പ്രകാശം കണ്ടപ്പോ അത് കത്തിപ്പോയി. ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. അത് നിങ്ങളുടെ വീട്ടിൽ അനുഭവപ്പെടുത്തുകയാണ്. ഈ പ്രകാശം കണ്ടപ്പോൾ ആര് കത്തിയെന്നാണ്? ദുർഗ, ഭദ്ര, അങ്ങനെ 9 അവതാരങ്ങൾ പറയുന്ന, അവതാര സ്വഭാവം പറയുന്ന ഈ ശക്തി കത്തിപ്പോയെന്ന്. അതിനോടുകൂടി ചേർന്ന് ഏതെല്ലാം ആരാധനാ സ്വഭാവം ശാക്തിയും ശൈവവും വൈഷ്ണവുമായിട്ട് ചേർന്നുണ്ടോ, ഇതെല്ലാം ഈ കൊച്ചുകുട്ടിയുടെ മുമ്പിൽ ഒന്നുമല്ല. ഇതിപ്പോ ഇവിടെ ഈ നിലയിൽ 5-6 പിള്ളേരെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിങ്ങനെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടികളെ വളർത്തിയെടുത്ത് ഈ പെണ്ണിനോ ആണിനോ അവർക്ക് ഭക്തിയുണ്ടോ ഇല്ലേ, അത് ചോദ്യമില്ല. പക്ഷെ അവരെ ഈ വഴിക്ക് നമ്മള് ഗുരുപരമ്പര എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ അവർക്ക് ഈ വിവരം ഒന്ന് കൊടുക്കണം. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, ഞങ്ങളാ അവിടെ നടക്കുകയാണ് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും അമ്മയും അത് പ്രവർത്തിച്ച് കാണിക്കണം. അത് വീട്ടിലുള്ള മക്കളും അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യ എന്ന് പ്രവർത്തിച്ച് കാണിക്കണം. അപ്പൊ വീടിനകത്ത് നിന്ന് തുടങ്ങിയല്ലേ പറ്റും. അതിനു പകരം നിങ്ങൾ വീടിനകത്ത് ഭർത്താവിന്റെ കുറ്റം, ഭാര്യയുടെ കുറ്റം, കഴിഞ്ഞുപോയ പൂർവ്വന്മാരുടെ കുറ്റം, അങ്ങനെ തന്റെ കുറ്റം, അങ്ങനെ വേഷത്തിൽ എല്ലാത്തിനും താനെന്ന് മാനിച്ച് അഹങ്കരിച്ചിരിക്കുന്ന ഈ കർമ്മഗതിയുടെ പൂർണ്ണ രൂപമാണ് നമ്മൾ ഓരോരുത്തരും. ഇത് പെണ്ണും ആണും ഇങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഐശ്വര്യം കയറി വരും? എങ്ങനെ കൂടി കയറും? കയറാൻ ഒരു വശവുമില്ല. അന്നേ ഇതൊന്നും വേണ്ട, ആരാധിക്കാൻ വേണ്ട, ഒരു മണ്ണും വേണ്ട. ശരി, അതും നല്ലത്. പക്ഷെ നിങ്ങൾ അന്ത്യം വരെ ദുഃഖമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. സാധിക്കില്ല. അപ്പൊ പിന്നെ ദുഃഖമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ദൈവത്തെയും വേണ്ട. അല്പം തിന്നാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ദൈവത്തെ